ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഭരണസമിതി തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനമായി. ഫെബ്രുവരി 22-ന് തെരഞ്ഞെടുപ്പ് നടക്കും. കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ മോഷണ ശ്രമം. സെക്യൂരിറ്റി ജീവനക്കാരനെ കമ്പിപ്പാര കാണിച്ച് ഭീഷണിപ്പെടുത്തി മോഷ്ടാവ് രക്ഷപ്പെട്ടു. വാഴാനി ഡാം പരിസരത്ത് മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ മയക്കുവെടിവെച്ചു. ഫോറസ്റ്റ് വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം ചികിത്സ നൽകി. തൃശൂർ ഗുരുവായൂർ പാതയിൽ അനുവദിച്ച പാസഞ്ചർ ട്രെയിനിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച. പുതിയ ട്രെയിനിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യം. വാർത്തകൾ വിശദമായി. കരുവന്നൂർ സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടത്താൻ വിജ്ഞാപനമായി. അടുത്ത മാസം 22-നാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. 13-അംഗ ഭരണസമിതിയെയാണ് തെരഞ്ഞെടുക്കുക. കരുവന്നൂർ സഹകരണ ബാങ്കിൽ വൻ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയതോടെ 2021 മുതൽ ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണമായിരുന്നു. ഫെബ്രുവരി 6-ന് രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് ശേഷം 2 വരെ ബാങ്ക് ഓഫീസിൽ നാമനിർദ്ദേശ പത്രിക നേരിട്ട് സമർപ്പിക്കാം. പിറ്റേന്ന് രാവിലെ 11 മുതൽ നാമനിർദ്ദേശ പത്രികകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കും. 9-ന് വൈകിട്ട് 5 വരെയാണ് പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന തീയതി. തെരഞ്ഞെടുപ്പിനുള്ള പ്രാഥമിക വോട്ടർ പട്ടിക ബാങ്ക് ഓഫീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ മോഷണ ശ്രമം. സെക്യൂരിറ്റിയെ കമ്പിപ്പാര കാണിച്ച് ഭീഷണിപ്പെടുത്തി മോഷ്ടാവ് കടന്നുകളഞ്ഞു. നഗരമധ്യത്തിൽ അതീവ സുരക്ഷാ മേഖലയായ കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പുലർച്ചെയാണ് മോഷണ ശ്രമം നടന്നത്. കോടതിയുടെ ഓഫീസ് റൂമിന്റെ വാതിലിന്റെ പൂട്ടുപൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് സെക്യൂരിറ്റി ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തി രക്ഷപ്പെടുകയായിരുന്നു. ഓഫീസ് മുറിയുടെ വാതിൽ തകർക്കുന്ന ശബ്ദം കേട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ സ്ഥലത്തെത്തിയപ്പോഴാണ് മോഷണ ശ്രമം ശ്രദ്ധയിൽപ്പെട്ടത്. സെക്യൂരിറ്റി ഇയാളെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും കൈവശമുണ്ടായിരുന്ന കമ്പിപ്പാര കാണിച്ച് ഭീഷണിപ്പെടുത്തിയ ശേഷം മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. കോടതി പരിസരത്തെ വീട്ടിൽ നിന്നും ഒരു ബൈക്കും ഇതേ സമയത്ത് മോഷണം പോയിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സ്വദേശിയാണ് കവർച്ചയ്ക്ക് ശ്രമിച്ചത് എന്നാണ് സൂചന. വാഴാനി ഡാം പരിസരത്ത് മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ മയക്കുവെടിവെച്ചു. ഫോറസ്റ്റ് വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം ചികിത്സ നൽകി. ഡാം പരിസരത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് വെറ്റിനറി സർജൻമാർ ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘം ഡാമിന്റെ മറുവശത്തെത്തി ആനയെ മയക്കുവെടിവെക്കുകയായിരുന്നു. ആനയ്ക്ക് തുടർ പരിചരണം ഉറപ്പാക്കി നിരീക്ഷിച്ചു വരികയാണ്. വാഴാനി ഡാം ജലാശയത്തിന്റെ മറുവശത്താണ് കഴിഞ്ഞ ദിവസം മുൻകാലിൽ പരിക്കേറ്റ നിലയിൽ കാട്ടുകൊമ്പനെ കണ്ടെത്തിയത്. മറ്റ് കാട്ടാനകളുമായുള്ള സംഘർഷത്തിനിടെ കൊമ്പുകൊണ്ട് കുത്തേറ്റതാണ് ആഴത്തിൽ പരിക്കേൽക്കാൻ ഇടയായത്. മുറിവുകൾക്ക് 7 ദിവസത്തോളം പഴക്കമുള്ളതായും ഏതാനും ദിവസങ്ങൾക്കകം പൂർണ്ണമായും സുഖം പ്രാപിക്കുമെന്നാണ് പ്രതീക്ഷ എന്നും DFO രഞ്ജിത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. വാഴാനി ഡാമിന്റെ കരയിൽ ഒരു കൊമ്പനാനയെ പരിക്കേറ്റ നിലയിൽ കാണപ്പെടുകയുണ്ടായി. അപ്പോൾ അതിന്റെ 2-3 ദിവസമായി നമ്മൾ വനം വകുപ്പുകാർ അതിന്റെ സഞ്ചാരവും മൂവ്മെന്റ്സും പരിശോധിച്ച് വരികയായിരുന്നു. ഇന്നലത്തോടുകൂടി ഡോക്ടർമാരെ കൊണ്ട് അവസാന പരിശോധന നടത്തുകയും അതിൻ്റെ ശരീരത്തിൽ കുത്തുകൊണ്ടിട്ടുള്ള മുറിവുകളുണ്ടെന്നുള്ള നിഗമനം വന്നതോടു കൂടിയിട്ട് ഇന്ന് കാലത്ത് ഡോക്ടർ രാജൻ സക്കറിയ ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ, ഡോക്ടർ അനുമോദ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ, ഡോക്ടർ ബിനോയ് ഷി ബാബു, ഡോക്ടർ ഡേവിഡ് എബ്രഹാം, പിന്നെ തൃശ്ശൂരത്തെ അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ, ഇത്രയും ആളുകളുടെ കൂടെ സഹായത്തോട് പിന്നെ വയനാട്ടിൽ നിന്നുള്ള RR ടീം, വെറ്റിനറി ടീം, എല്ലാ പാലക്കാട് നിന്നുള്ള ടീം, തൃശ്ശൂർ ടീം, അങ്ങനെ എല്ലാ ടീമുകളുടെയും സഹായത്തോടുകൂടി ഇന്ന് കാലത്ത് 7 മണിയോടുകൂടി ആനയുടെ അടുത്തെത്തുകയും ആനയെ ഡാർട്ട് ചെയ്ത് ട്രാങ്കുലൈസ് ചെയ്ത് ട്രീറ്റ്മെന്റ് നൽകുകയും ചെയ്യുകയുണ്ടായി. തൃശൂർ ഗുരുവായൂർ പാതയിൽ അനുവദിച്ച പാസഞ്ചർ ട്രെയിനിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച. പുതിയ ട്രെയിനിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യം. ഉദ്ഘാടന സ്പെഷ്യൽ സർവീസായി
വെള്ളിയാഴ്ച രാവിലെ 10:45 തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ട്രെയിൻ പുറപ്പെടും. 10:50 പൂങ്കുന്നത്തും 11:20 ഗുരുവായൂരിലും ട്രെയിൻ എത്തും. ഇതിനായി പുതിയ തീവണ്ടി തൃശൂരിലെത്തിക്കും. തൃശൂരിലും പൂങ്കുന്നത്തും ഗുരുവായൂരിലും ട്രെയിനിന് സ്വീകരണം നൽകും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടന ചടങ്ങിനെത്തും. കേന്ദ്ര റെയിൽവേ സഹമന്ത്രി സോമണ്ണ ഉദ്ഘാടന ചടങ്ങിന് തൃശൂരിലെത്തുമെന്നാണ് സൂചന. വൈകിട്ട് 6:10 ഗുരുവായൂരിൽ നിന്ന് പുറപ്പെട്ട് 6:50 തൃശൂരിലെത്തുന്ന രീതിയിലാണ് ട്രെയിൻ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. തൃശൂരിൽ നിന്ന് രാത്രി 8:10 പുറപ്പെട്ട് രാത്രി 8:45 ഗുരുവായൂരിലെത്തും. ഇതേസമയം എറണാകുളം ഗുരുവായൂർ പാസഞ്ചർ രാത്രി 9:10 തൃശൂരിലും 9:50 ഗുരുവായൂരിലും എത്തുന്ന രീതിയിൽ നിലവിൽ സർവീസ് നടത്തുന്നുണ്ട്. അതിനാൽ തന്നെ പുതിയ ട്രെയിനിന്റെ സമയത്തിൽ മാറ്റം വരുത്തണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ഗുരുവായൂരിൽ നിന്ന് വൈകിട്ട് 5:30 പുറപ്പെടുന്ന രീതിയിലും തിരിച്ച് 6:15 തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന രീതിയിലും സമയക്രമത്തിൽ മാറ്റം വരുത്തണമെന്നാണ് ആവശ്യം. TCV തൃശൂർ. മാള കുമ്പിടിയിൽ ബന്ധുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കുമ്പിടി നാലുകണ്ടൻ വീട്ടിൽ ജോസിനെ അടിച്ചു കൊലപ്പെടുത്തിയ കേസിലാണ് നാലുകണ്ടൻ വീട്ടിൽ പോളിനെ തൃശൂർ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി PP സെയ്തലവി ശിക്ഷിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. 2018 സെപ്റ്റംബർ 23 കേസിനാസ്പദമായ സംഭവം. കേസിൽ ജാമ്യത്തിലിറങ്ങിയ പോൾ 2020 സെപ്റ്റംബർ 22 വാക്കുതർക്കത്തെ തുടർന്ന് സഹോദരൻ ആൻഡുവിനെ കൊലപ്പെടുത്തിയിരുന്നു. ഈ കേസിൽ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ച് വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയാണ്. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KB സുനിൽകുമാർ കോടതിയിൽ ഹാജരായി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് കുന്നംകുളം മേഖലാ സമ്മേളനം കുന്നംകുളം കോമേറ്റ്സ് സർക്കിൾ ക്ലബിലെ തിച്ചൂർ രാധാകൃഷ്ണൻ നഗറിൽ നടന്നു. COA മേഖലാ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. മേഖലാ ജോയിന്റ് സെക്രട്ടറി K മണികണ്ഠൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. എക്സിക്യൂട്ടീവ് അംഗം KA അജീഷ് സ്വാഗതം ആശംസിച്ചു. മേഖലാ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ അധ്യക്ഷനായി. KCCL ചെയർമാൻ K ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ആധുനിക കാലത്ത് മൾട്ടി സർവീസ് പ്രൊവൈഡർ എന്ന തലത്തിലേക്ക് കേബിൾ TV ഓപ്പറേറ്റർമാർ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും വൈജ്ഞാനിക മേഖലയിൽ ലോകത്ത് വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മികച്ച സേവനങ്ങൾ നൽകാൻ കേബിൾ TV ഓപ്പറേറ്റർമാർ സജ്ജരാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മേഖലാ മെമ്പർ വിനു ജോൺസൺ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദത്തിൽ 6ാം റാങ്ക് നേടിയ മേഖലാ അംഗം S ശശികുമാറിന്റെ മകൾ ഗായത്രിയെയും സമ്മേളനത്തിൽ ആദരിച്ചു. മേഖലാ സെക്രട്ടറി KV അബ്ദുൽ അസീസ് മേഖലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ PM മനോജ് സാമ്പത്തിക റിപ്പോർട്ടും CO ബിജു ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി P ആന്റണി ജില്ലാ റിപ്പോർട്ടും KCCL ഡയറക്ടർ VP ബിജു KCCL റിപ്പോർട്ടും അവതരിപ്പിച്ചു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, CCTV എക്സിക്യൂട്ടീവ് ഡയറക്ടർ KM എഡ്വിൻ എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ് എരുമപ്പെട്ടി. കടലിൽ മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളിയെ കാണാതായി. എങ്ങണ്ടിയൂർ ഏത്തായി സ്വദേശി 53 വയസ്സുള്ള കരുപ്പയിൽ വിജീഷിനെയാണ് കടലിൽ മത്സ്യബന്ധനത്തിനിടെ കാണാതായത്. ചേറ്റുവ അഴിയിൽ നിന്നും പടിഞ്ഞാറുമാറി അഞ്ചങ്ങാടി വളവിന് പടിഞ്ഞാറ് 10 കിലോമീറ്റർ അകലെ വെച്ചാണ് വിജീഷ് കടലിലേക്ക് വീണതെന്ന് ഒപ്പമുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. ശിവശക്തി ഫൈബർ വഞ്ചിയിലാണ് വിജീഷ് മത്സ്യബന്ധനത്തിനായി പോയത്. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിനഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക് വീണ്ടും. ചിമ്മിനി ഡാമിൽ നിന്നും വ്യാഴാഴ്ച മുതൽ ഫെബ്രുവരി 2 വരെ കോൾ നിലങ്ങളിലേക്കുള്ള ജലവിതരണം താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. താൽക്കാലിക ബണ്ടുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ജലവിതരണം താൽക്കാലികമായി നിർത്തിവെക്കുന്നത്.
ശബരിമല മണ്ഡലകാലത്തിന് പിന്നാലെ നഗരത്തിലെ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നേരിട്ടിറങ്ങി. 3 മണിക്കൂർ നീണ്ട തീവ്രയത്നത്തിനൊടുവിൽ നഗരസഭയുടെയും ദേവസ്വത്തിന്റെയും പ്രധാന പാർക്കിംഗ് കേന്ദ്രങ്ങൾ ശുചീകരിച്ചു. മണ്ഡലകാലത്ത് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിയതോടെ പാർക്കിംഗ് മൈതാനങ്ങളിൽ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റവശിഷ്ടങ്ങളും കുന്നുകൂടിയിരുന്നു. നഗരസഭയുടെ മഞ്ജുലാൽ പാർക്കിംഗ് ഗ്രൗണ്ട്, ദേവസ്വത്തിന്റെ പഴയ ഫയർ സ്റ്റേഷൻ പാർക്കിംഗ് ഗ്രൗണ്ട് എന്നിവിടങ്ങളിലാണ് ശുചീകരണം നടന്നത്. 50ഓളം വരുന്ന സംഘം മാലിന്യങ്ങൾ തരംതിരിച്ച് നീക്കം ചെയ്ത ശേഷം ഗ്രൗണ്ടുകൾ വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. ക്ലീൻ സിറ്റി മാനേജർ KC അശോക് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ AT ഹംസ, V അനൂപ്, ബിന്ദു അജിത് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രളയത്തിൽ തകർന്ന കാരൂർ ചിറ ബണ്ട് റോഡിന് 6 വർഷത്തിനു ശേഷം ശാപമോക്ഷമാകുന്നു. ആളൂർ പഞ്ചായത്തിലെ കൊമ്പൊടിഞ്ഞാമാക്കൽ ചാലക്കുടി റോഡിനെ കുണ്ടായി അണ്ണല്ലൂർ റോഡുമായി ബന്ധിപ്പിക്കുന്നതാണ് ആളൂർ പഞ്ചായത്തിലെ കാരൂർ ചിറ ബണ്ട് റോഡ്. 1.25 കിലോമീറ്റർ നീളം വരുന്ന റോഡ് 2018 പ്രളയകാലത്ത് വെള്ളം കയറി തകർന്നിരുന്നു. 2019-2020 റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡിന്റെ പുനർനിർമ്മാണത്തിന് 1,95 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി റോഡിന്റെ പണികൾ 3.5 വർഷം മുൻപ് തുടങ്ങിവച്ചെങ്കിലും കാരൂർ ചിറയുടെ വശം കോൺക്രീറ്റ് ഭിത്തി കെട്ടുന്ന പണി മാത്രമാണ് നടന്നിരുന്നത്. പിന്നീട് വർഷങ്ങളോളം റോഡ് ശോച്യാവസ്ഥയിൽ കിടന്നു. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ മാള, ചാലക്കുടി ഭാഗങ്ങളിലേക്ക് പോകുന്ന ഒട്ടേറെ വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ പല ഭാഗത്തും കുഴികൾ രൂപപ്പെട്ടതോടെ യാത്രക്കാർ ദുരിതത്തിലായി. നവീകരണ പ്രവർത്തനങ്ങൾക്കായി റോഡിന്റെ ഉപരിതലത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ടാറിംഗ് ഇളക്കിക്കളഞ്ഞതും യാത്ര ദുരിതമാക്കി. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവെച്ച് കരാറുകാരൻ പിന്നീട് പണി ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു. റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ സമരരംഗത്തിറങ്ങിയതിനെ തുടർന്ന് അധികൃതർ ഇടപെട്ട് പുതിയ കരാറുകാരനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏൽപ്പിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് റോഡ് നിർമ്മാണം പുനരാരംഭിച്ചത്. മെറ്റലിടുന്ന പണികൾ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. അടുത്ത 1 മാസം കൊണ്ട് റോഡ് ടാറിംഗ് പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കുമെന്നാണ് പ്രതീക്ഷ. TCV ന്യൂസ്, കൊടകര. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി എറിയാട് പഞ്ചായത്തിൽ CPI-യിൽ നിന്നും രാജിവെച്ചവർ സമാന്തര സംഘടനാ പ്രവർത്തനത്തിന് ഒരുങ്ങുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ലോക്കൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച ഷാഹിദ് അബ്ദുള്ള, മണ്ഡലം കമ്മിറ്റി അംഗമായിരുന്ന MM നിസാർ, അരുൺജിത്ത് കാനപ്പള്ളി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സാംസ്കാരിക സംഘടന രൂപീകരിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി MN ഗോവിന്ദൻ നായരുടെ സ്മരണാർത്ഥം എറിയാട് പേബസാറിൽ പ്രവർത്തിച്ചിരുന്ന MN സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പുനഃസംഘടിപ്പിച്ചുകൊണ്ടാണ് വിമത വിഭാഗം പൊതുരംഗത്ത് വീണ്ടും സജീവമാകുന്നത്. ക്ലബിന്റെ ഉദ്ഘാടനം ലെനിൻ ദിനത്തിൽ എഴുത്തുകാരൻ സിദ്ദിഖ് അമ്പലപ്പുഴ നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് അരുൺജിത്ത് കാനപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷാഹിദ് അബ്ദുള്ള, MM നിസാർ, PK ബിജു എന്നിവർ സംസാരിച്ചു. ഷഫീർ മാടവന, TM മുഹമ്മദ് ഷിഹാബ് കാരുണ്യ, സഹജൻ ഏപ്പിള്ളി, റഹീം, കരീം പുന്നയ്ക്കൽ, KM മുഹമ്മദ്, KV ഷാജു, സുരേഷ് എന്നിവർ പങ്കെടുത്തു. അവശത അനുഭവിക്കുന്ന 50 പേർക്ക് താങ്ങാവുകയാണ് പഴുവിൽ ഗോകുലം സ്കൂളിലെ വിദ്യാർത്ഥികൾ. 1 മാസത്തേക്ക് വേണ്ട ഭക്ഷ്യോൽപ്പന്നങ്ങളും സാമഗ്രികളുമാണ് കുട്ടികൾ സമാഹരിച്ച് കൈമാറിയത്. തങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനായി വാങ്ങുന്ന സാധനങ്ങളിൽ ഒരു പങ്ക് അവശരായവർക്ക് കരുതലാകാൻ മാതാപിതാക്കളുടെ സമ്മതത്തോടെ നീക്കിവെച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കുചേർന്നത്. ഇങ്ങനെ പഞ്ചസാരയും പരിപ്പും ചായയിലയും സോപ്പും വാഷിംഗ് പൗഡറും അടക്കം 34 ഇനങ്ങൾ കുട്ടികൾ സമാഹരിച്ചു. ഇവ സ്കൂളിലെത്തിച്ച് അധ്യാപകരോടൊപ്പം ചേർന്ന് പാക്ക് ചെയ്തു. പുത്തൻപീടികയിലെ ജീവകാരുണ്യ സംഘടനയായ കാരുണ്യയുടെ സഹകരണത്തോടെ നിരാലംബരായി ബുദ്ധിമുട്ടുന്ന 50 പേർക്ക് ഇവ ആദ്യഘട്ടമായി കൈമാറി. ഇവരെല്ലാം വർഷത്തിലൊരിക്കൽ കാരുണ്യം നടത്തുന്ന സംഗമത്തിൽ പങ്കെടുക്കാൻ ആംബുലൻസിൽ എത്തുന്ന രോഗികളാണ്. സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ദിവസവും ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു കൂട്ടം ആളുകളെ കണ്ടെത്തി നമ്മുടെ കുട്ടികളാൽ സഹായം ചെയ്യാൻ പറ്റുന്ന കോൺട്രിബ്യൂഷൻസുകൾ അവർ കളക്ട് ചെയ്ത് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സന്തോഷമാണ് പങ്കുവെക്കുന്നത്. കുട്ടികൾ അവരുടെ വീട്ടിൽ ഉപയോഗിച്ച് അവർ സാധാരണ ഉപയോഗിക്കുന്നതിൽ നിന്ന് കൂടുതലായി വാങ്ങുന്ന സാധനങ്ങളിൽ ഒരു കോൺട്രിബ്യൂഷൻ എന്ന രീതിയിൽ സ്കൂളിൽ തരികയും അത് ആ പാവങ്ങളായ മനുഷ്യരുടെ കൈകളിലേക്ക് എത്തിപ്പെടുകയും ചെയ്തതിന്റെ സന്തോഷമാണ്. ഇപ്പോൾ അതിന്റെ ഏറ്റവും വലിയ സന്തോഷം അറിയിക്കേണ്ടത് ആ പേരൻസുകളുടെ മാനസിക നിലയാണ്. ചാഴൂർ പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലുമായി നടന്നുവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഈ വിദ്യാർത്ഥികളും ചെറിയ തോതിൽ പങ്കുവഹിക്കുന്നുണ്ട്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ
കാരുണ്യ സെക്രട്ടറി ശ്രീമുരുകൻ അന്തിക്കാടിന് ഗോകുലം സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ KR അഭിലാഷ് ഭക്ഷ്യോൽപ്പന്നങ്ങളും സാധനങ്ങളും കൈമാറി. ചാഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം മേധാവി ശ്രീജ തുടങ്ങിയവർ സന്നിഹിതരായി. പഠനത്തോടൊപ്പം സമൂഹത്തിലെ അവശരായവർക്ക് കരുതലേകി വേറിട്ട മാതൃകയാവുകയാണ് ഈ വിദ്യാർത്ഥികൾ. സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സംഭാവന ഞങ്ങൾ നൽകി. എല്ലാ വിദ്യാർത്ഥികളുടെയും വീടുകളിൽ നിന്ന് ശേഖരിച്ച് ഏറ്റവും ഒരാൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് നൽകിയത്. TCV തൃശൂർ. കളഞ്ഞുകിട്ടിയ 1 പവനോളം തൂക്കം വരുന്ന സ്വർണമാല അന്തിക്കാട് പോലീസിൽ ഏൽപ്പിച്ച് യുവാവ്. പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിലെ ഓട്ടോ ഡ്രൈവറായ സമിലിനാണ് ചാഴൂർ മച്ചുംപുറം സെന്ററിലെ കിഴക്കോട്ട് ഇറങ്ങുന്ന വഴിയിലേക്ക് ഓട്ടം പോയി തിരികെ വരുന്നതിനിടെ സ്വർണമാല കിട്ടിയത്. ഉടൻ തന്നെ സുഹൃത്തിനെയും കൂട്ടി അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി മാല കൈമാറുകയായിരുന്നു. കുന്നംകുളം കക്കാട് വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മോഷണം പോയതായി പരാതി. കക്കാട് സ്വദേശി കള്ളിപ്പറമ്പിൽ വീട്ടിൽ വിനീഷിന്റെ KL 46V 4781 നമ്പറിലുള്ള ഹീറോ HF ഡീലക്സ് ബൈക്കാണ് മോഷണം പോയത്. കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ആളൂർ വെള്ളാഞ്ചിറയിൽ അവശനിലയിൽ തെരുവുനായിയെ വീട്ടുമുറ്റത്ത് കണ്ടത് വീട്ടുകാരെ ആശങ്കയിലാക്കി. വെള്ളാഞ്ചിറ സ്വദേശി തത്തുമസി ശ്രീകുമാറിന്റെ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിനടിയിലാണ് വായിൽ നിന്ന് നുരയും പതയും ഒലിക്കുന്ന രീതിയിൽ നായയെ കണ്ടത്. ചാലക്കുടി നഗരസഭ അതിർത്തിയോട് ചേർന്നാണ് ശ്രീകുമാറിന്റെ വീട്. നായയ്ക്ക് പേലക്ഷണങ്ങൾ കണ്ടതിനാൽ വീട്ടുകാർ ഭയചകിതരായി. നായ ആക്രമിക്കുമോ എന്ന ഭീതിയിൽ ശ്രീകുമാറിന് കാർ എടുക്കാനായില്ല. ചാലക്കുടിയിലെ സ്വകാര്യ സ്കൂളിലെ അധ്യാപികയായ ശ്രീകുമാറിന്റെ ഭാര്യയ്ക്ക് ജോലിക്ക് പോകാനും മക്കൾക്ക് സ്കൂളിൽ പോകാനും ഇതുമൂലം സാധിച്ചില്ല. ശ്രീകുമാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വാർഡംഗം സ്ഥലത്തെത്തി. ആളൂർ പഞ്ചായത്ത് ഓഫീസിലേക്കും ശ്രീകുമാർ വിളിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും അധികൃതർ ആരും എത്താതിരുന്നതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ച് ശ്രീകുമാർ സഹായം തേടി. 2 ദിവസം മുമ്പായിട്ട് ഇവിടെ നാട്ടുകാർ കാണുന്നവരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതൊരു വിഭ്രാന്തി പിടിച്ച് നടക്കുമെന്നുള്ളവർ. അപ്പൊ രാവിലെ അപ്പുറത്തെ വീട്ടിൽ രാവിലെ ഈവനിങ് വാക്കിൽ നടക്കാൻ പോയ ഒരു വ്യക്തിയാണ് വന്നിട്ട് പറഞ്ഞ് പട്ടിക്ക് ഈലോ ഒലിപ്പിച്ചുകൊണ്ട് വായിക്കൂടെ നുരയമ്പത് ഒലിപ്പിച്ചുകൊണ്ട് വിരളി പിടിച്ച് കറങ്ങിയിട്ടില്ല, കാറിന്റെ അടിയിൽ കയറി കിടക്കുന്നു പറഞ്ഞു. അന്നേരം ഞാൻ കാർ തുറന്ന് പോകാനായിട്ടിരിക്കുവായിരുന്നു. അത് പറഞ്ഞു കാരണം ഞാൻ അടുത്തോട്ടൊന്നുമില്ല. അപ്പോഴത്തെ എന്നെ നോക്കി ഒരു ശൗര്യമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് നോക്കുന്നുണ്ട്. ഉടനെ ഞാൻ പേടിച്ച് മാറുകയും ചെയ്തു. ഇതിനിടെ തെരുവുനായ കാറിനടിയിൽ കിടന്ന് ചത്തു. ഒടുവിൽ ഉച്ചയ്ക്ക് 1:30 പഞ്ചായത്ത് അധികൃതരെത്തി നായയെ വിജന സ്ഥലത്ത് കൊണ്ടുപോയി അടക്കം ചെയ്തു. TCV ന്യൂസ് കൊടകര. ഗുരുവായൂർ കോട്ടപ്പടിയിൽ ആക്രമണകാരിയായ തെരുവുനായ ഭീതി പരത്തുന്നു. തമിഴ്നാട് സ്വദേശി മുരുകന് കടിയേറ്റു. ഒരാഴ്ചയ്ക്കിടെ 10ഓളം പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. കഴിഞ്ഞ ദിവസം കോട്ടപ്പടി സ്വദേശികളായ പുലിയത്ത് സുബ്രഹ്മണ്യൻ, നാലകത്ത് മുഹമ്മദ്, മാക്കാലി ശ്രീധരൻ എന്നിവർക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. ബസ് കാത്തുനിൽക്കുന്നതിനിടെ നായയുടെ കടിയേറ്റ യുവതി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നായ പ്രദേശത്ത് കറങ്ങി നടക്കുന്നതിനാൽ പ്രദേശവാസികൾ പുറത്തിറങ്ങാൻ മടിക്കുകയാണ്. ഗുരുവായൂർ ചാമുണ്ടേശ്വരി റോഡിലെ നടപ്പാതയിൽ പത്തി വിടർത്തി നിന്ന മൂർഖൻ പാമ്പ് നാട്ടുകാരെ 1.5 മണിക്കൂറോളം ഭീതിയുടെ മുൾമുനയിലാക്കി. സമീപത്തെ റോഡിൽ നിന്ന് നടപ്പാതയിലേക്ക് പ്രവേശിക്കാൻ തിരിയുന്ന ഭാഗത്താണ് പാമ്പ് നിലയുറപ്പിച്ചിരുന്നത്. തിരിഞ്ഞ് നടപ്പാതയിലേക്ക് പ്രവേശിക്കുന്ന കാൽനട യാത്രക്കാർക്ക് പാമ്പിന്റെ കടിയേൽക്കുമോ എന്ന ആശങ്കയിലായിരുന്നു നാട്ടുകാർ. ജനം തടിച്ചുകൂടി നിന്നപ്പോഴും പാമ്പ് പത്തി വിടർത്തി ഒരേ നിൽപ്പായിരുന്നു. പാമ്പ് പിടുത്തക്കാരെത്തുമ്പോഴേക്കും പാമ്പ് കാനയിലേക്ക് ഇഴഞ്ഞു പോവുകയും ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രസാദ ഊട്ട് പന്തലിലേക്ക് പ്രവേശിക്കുന്നതിന് ഫ്ളൈ ഓവർ ഏർപ്പെടുത്താൻ തീരുമാനം. ഉത്സവ നടത്തിപ്പിനായി ദേവസ്വം വിളിച്ചു ചേർത്ത നാട്ടുകാരുടെ പൊതുയോഗത്തിലാണ് തീരുമാനം. ഫെബ്രുവരി 28-നാണ് ഉത്സവ കൊടിയേറ്റം. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലാണ് പ്രസാദ ഊട്ട് നൽകുന്നത്. ഇതിന് വരി നിൽക്കുന്നത് പട്ടറക്കുളത്തിന് സമീപമാണ്. വരി നിൽക്കുന്നവർ തെക്കേ നടപ്പുരയിലൂടെ പ്രസാദ ഊട്ട് പന്തലിലേക്ക് പ്രവേശിക്കുമ്പോൾ ദർശനത്തിന് എത്തുന്നവരെ തടയേണ്ടി വരുന്നുണ്ട്. ഇതിന് പരിഹാരമായാണ് ഫ്ളൈ ഓവർ നിർമ്മിക്കുന്നത്. ദേവസ്വം കാര്യാലയത്തിലെ കുറൂരമ്മ ഹാളിൽ നടന്ന യോഗം ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ സിനോജ്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ഗുരുവായൂർ നഗരസഭാ ഉപാധ്യക്ഷൻ ജ്യോതിരാജ് തുടങ്ങിയവർ സംസാരിച്ചു.
ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും തടയുന്നതിനായി കൊടകര പോലീസിന്റെയും തൃശൂർ റൂറൽ ഡോഗ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ കൊടകരയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി. കൊടകര SHO PK ദാസ്, SI രാധാകൃഷ്ണൻ, ASI ആഷ്ലിൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനകൾക്ക് നേതൃത്വം നൽകിയത്. എളവള്ളി പഞ്ചായത്തിലെ വക കളിസ്ഥലം നിർമ്മാണം ഉടൻ ആരംഭിക്കുന്നതിന് നടപടികളായി. 2019-20 സാമ്പത്തിക വർഷത്തിൽ വാഗ കളിസ്ഥലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനായി മുരളി പെരുന്നെല്ലി MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ നിന്നും 12 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചെങ്കിലും സ്ഥലം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിരുന്നതിനാൽ പ്രവൃത്തി ആരംഭിക്കാനായില്ല. ബ്ലോക്ക് പഞ്ചായത്തിന് ആസ്തിയിൽപ്പെട്ട സ്ഥലം നിയമപരമായി തരം മാറ്റിയെടുക്കുന്നതിന് കാലതാമസം നേരിട്ടു. കഴിഞ്ഞ വർഷം തരം മാറ്റി ലഭിച്ചെങ്കിലും ആസ്തി വികസന പദ്ധതിയുടെ നിബന്ധനകൾ പ്രകാരം ഫണ്ട് വിനിയോഗിക്കുന്നതിനുള്ള കാലാവധി കഴിഞ്ഞിരുന്നു. മുരളി പെരുന്നെല്ലി MLAയുടെ നിരന്തരമായ ശ്രമത്തെ തുടർന്ന് ധനകാര്യ വകുപ്പിന്റെ പ്രത്യേക അനുമതി ലഭിക്കുകയുണ്ടായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TN ലെനിൻ, എഞ്ചിനീയർ വിഭാഗം ഉദ്യോഗസ്ഥരായ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ധന്യരവി, അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രുതി എന്നിവർ പദ്ധതി പ്രദേശം സന്ദർശിച്ച് സ്ഥലം പരിശോധന നടത്തി പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി. കളിസ്ഥലത്തിന് ഗൈൽ പദ്ധതിയുടെ പൈപ്പ് പോകുന്നതിനുള്ള അനുമതി കൊടുത്തത് പ്രകാരം ലഭിച്ച 3.17 ലക്ഷം രൂപയും MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ നിന്നും അനുവദിച്ച 12 ലക്ഷം രൂപയും അടക്കം 15.17 ലക്ഷം രൂപയുടെ പ്രവൃത്തിയാണ് നടപ്പിലാക്കുക. കളിസ്ഥലത്തിനൊപ്പം അനുബന്ധ റോഡും ഉയർത്തുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TN ലെനിൻ അറിയിച്ചു. TCV ന്യൂസ്, പാവറട്ടി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ പ്രധാന ചടങ്ങായ ശ്രീകോവിലിന്റെ ഉത്തരം വെപ്പ് ഫെബ്രുവരി 1 നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഉത്തരം വെപ്പിന്റെ ഭാഗമായി 24, 25, 26, 27 തീയതികളിലായി 80ഓളം ക്ഷേത്രങ്ങളിൽ എത്തിച്ചേരുന്ന വിളംബര ഘോഷയാത്രയുടെ ഉദ്ഘാടനം പുള്ള് കാർത്യായനി ക്ഷേത്രത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ M. മനോജ് കുമാർ നിർവഹിക്കും. പഴുവിൽ ദേവസ്വം ഓഫീസർ PU നന്ദനൻ, ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസ്, സെക്രട്ടറി MN സുബ്രഹ്മണ്യൻ, മാതൃവേദി പ്രസിഡന്റ് വിജയ പ്രഭാകരൻ, വൈസ് പ്രസിഡന്റ് AB ജയപ്രകാശ്, ജോയിന്റ് സെക്രട്ടറി NI രാധാകൃഷ്ണൻ, ഇൻഫർമേഷൻ ഓഫീസർ തുളസി മോഹനൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുന്നംകുളം തിരുത്തിക്കാട് നൂറാടിത്തോടിന്റെ ഇരുവശങ്ങളിലും നിലനിന്നിരുന്ന 100-ലധികം തണൽ മരങ്ങൾ അനധികൃതമായി മുറിച്ചു കടത്തിയതായി പരാതി. വെട്ടിക്കടവ് മുതൽ പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും നിന്നിരുന്ന മരങ്ങളാണ് അധികൃതരുടെ അനുമതിയില്ലാതെ മുറിച്ചു മാറ്റിയത്. സംഭവത്തിൽ നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി. മരങ്ങൾ വെട്ടിമാറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിനെയും നഗരസഭാ അധികൃതരെയും വിവരമറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം പോലീസും നഗരസഭാ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനായി മുൻകൂട്ടി അനുമതി വാങ്ങിയിരുന്നില്ല എന്നാണ് പ്രാഥമിക നിഗമനം. താന്യം പഞ്ചായത്ത് 18ാം വാർഡ് അംഗത്തിന്റെ ഓഫീസ് തൃപ്രയാർ കിഴക്കേ നടയിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. BJP നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഭാരവാഹികളായ EP ഹരീഷ്, സംസ്ഥാന കൌൺസിൽ അംഗം AK ചന്ദ്രശേഖരൻ, മണ്ഡലം ഭാരവാഹികളായ TG രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പത്ത് വർഷം മുൻപ് തന്റെ 8ാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയ ശേഷം ക്യാൻസർ ബാധിച്ച് മരിച്ച സ്വപ്ന ട്രീസയുടെ അനുസ്മരണവും
കനലായി ഒരമ്മ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പുസ്തകം പ്രകാശനം ചെയ്തു. സ്വപ്ന ട്രീസയുടെ ജീവിതം അധ്യാപകരായ AD ഷാജു, ജോജിമോൾ ദമ്പതികൾ ചേർന്ന് എഴുതിയതാണ്. കനലായ ഒരമ്മ എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഫാദർ ജെയിംസ് വടക്കൂട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സഹവികാരി ഫാദർ ആൽവിൻ അക്കരപ്പട്ടിയേക്കൽ, ചിറ്റിലപ്പള്ളി മഹാകുടുംബ സംഗമം പ്രസിഡന്റ് സാൻഡി ഡേവിഡ്, ചിറ്റാറ്റുകര ചിറ്റിലപ്പള്ളി കുടുംബയോഗം പ്രസിഡന്റ് വർഗീസ് മാനത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് നടന്ന കേരള ഓർത്തോപീഡിക് അസോസിയേഷൻ സമ്മേളനത്തിൽ അമലയിലെ 2 ഡോക്ടർമാരുടെ പ്രബന്ധങ്ങൾക്ക് സ്വർണ്ണ പതക്കം ലഭിച്ചു. ഡോക്ടർ അജിത് ജോണിനും ഡോക്ടർ ഡിജോ ഡേവിസിനുമാണ് സ്വർണ്ണ പതക്കം ലഭിച്ചത്. തൃശൂർ സെൻട്രൽ സഹോദയയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കിഡ്സ് ഫെസ്റ്റ് അഷ്ടമിച്ചിറ വിജയഗിരി പബ്ലിക് സ്കൂളിൽ ശനിയാഴ്ച നടക്കും. സെൻട്രൽ സഹോദയയിലെ 40 സ്കൂളുകളിൽ നിന്നുള്ള 1200 LKG UKG വിദ്യാർത്ഥികളാണ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത്. ജനറൽ കൺവീനർ NM ജോർജ്, പ്രസിഡന്റ് ബിനു കെ രാജ്, ഫാദർ ജോബി ജോൺ, സ്മിത വിൽസൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എറവ് സെന്റ് ജോസഫ് EMSലെ 47ാം വാർഷികാഘോഷം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേഴ്സായ ശരത് കൃഷ്ണനും ഗീത രാമചന്ദ്രനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഡോക്ടർ റോയ് ജോസഫ് വടക്കൻ അധ്യക്ഷത വഹിച്ചു. സിനി ആർട്ടിസ്റ്റ് കാതറിൻ മരിയ ജെയിംസ്, അവതാരകൻ MM വിഷ്ണു, അഡ്മിനിസ്ട്രേറ്റർ MC ജോസഫ്, PTA പ്രസിഡന്റ് ലെൻജി ഡെൻഡോ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലക്കുടിയിൽ 2 ഉണങ്ങിയ പുല്ലിന് തീപിടിച്ചു. കോടശ്ശേരി വെട്ടിക്കുഴിയിലും വെള്ളാഞ്ചിറ കാൽവരിക്കുന്നിലുമാണ് ഉണങ്ങിയ പുല്ലിന് തീപിടിച്ചത്. വെട്ടിക്കുഴിയിൽ പോളി എന്നയാളുടെ 2 ഏക്കർ പറമ്പിലുണ്ടായ അഗ്നിബാധ 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സ് നിയന്ത്രണ വിധേയമാക്കിയത്. വെള്ളാഞ്ചിറയിൽ റെയിൽവേ ട്രാക്കിന് സമീപത്തെ പുല്ലും കാടുമാണ് കത്തിയത്. CPM അംഗം മുജീബ് റഹ്മാന്റെ 20ാം രക്തസാക്ഷി വാർഷിക ദിനാചരണം വിവിധ പരിപാടികളോടെ ആചരിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം മുല്ലശ്ശേരി EK നായനാർ സ്മാരക സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPM ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം AK ഹുസൈൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി PA രമേശൻ, ലോക്കൽ സെക്രട്ടറി KP ആലി, CITU ഏരിയ സെക്രട്ടറി VG സുബ്രഹ്മണ്യൻ, കേരള കർഷക സംഘം ഏരിയ സെക്രട്ടറി BN സുർജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് T ഹരിദാസൻ, സഖാക്കൾ CK വിജയേട്ടൻ, സുർജിത്ത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തന സമിതി അംഗവും മുൻ കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാനുമായിരുന്ന EP കമറുദ്ദീൻ സാഹിബിന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുസ്മരണ യോഗം ചേർന്നു. IUML കാട്ടകാമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് EM കുഞ്ഞു മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ, കോൺഗ്രസ് നേതാക്കളായ MS മണികണ്ഠൻ, ഉമ്മർ കടങ്ങോട്, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു പാപ്പച്ചൻ, വെൽഫെയർ പാർട്ടി മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,415 രൂപ, പവന് 1,15,320 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഭരണസമിതി തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനമായി. ഫെബ്രുവരി 22-ന് തെരഞ്ഞെടുപ്പ് നടക്കും. കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ മോഷണ ശ്രമം. സെക്യൂരിറ്റി ജീവനക്കാരനെ കമ്പിപ്പാര കാണിച്ച് ഭീഷണിപ്പെടുത്തി മോഷ്ടാവ് രക്ഷപ്പെട്ടു.
വാഴാനി ഡാം പരിസരത്ത് മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ മയക്കുവെടിവെച്ചു. ഫോറസ്റ്റ് വെറ്ററിനറി സർജന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം ചികിത്സ നൽകി. തൃശൂർ ഗുരുവായൂർ പാതയിൽ അനുവദിച്ച പാസഞ്ചർ ട്രെയിനിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച. പുതിയ ട്രെയിനിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.